ലാൽ സാറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഒരു ട്രിപ്പ് പോകുന്ന പോലെയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഏറ്റവും കൂടുതൽ തമാശകൾ നടക്കുന്നത് സെറ്റിലാണ് എന്നൊക്കെ പറഞ്ഞു. BTS മൊമെന്റ്സ്, അതായത് പിന്നാമ്പുറത്ത് നടന്ന ഏറ്റവും രസകരമായതും ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചിരിച്ചു മരിക്കുമെന്ന് തോന്നുന്ന മൊമെന്റ്സ് ആണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. കൊറേ ഉണ്ട് അല്ലേ? ഒരു പെട്ടെന്നൊരു ഒരെണ്ണം എടുത്തോ. 25 വർഷമായി ഡയറക്ടറായിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതിലൊരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ അതുപോലത്തെ ആളുകളാണ്. ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ. അപ്പോൾ അവര് സെറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ്. വേണുചേട്ടനൊക്കെ ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ നമ്മളറിയാതെ ചില കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞാനൊക്കെ ലോകമണ്ടനാണ്. പക്ഷേ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സീനുകളെ കുറിച്ച് അങ്ങനെ ഒരു ട്രിപ്പിലായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെവിയിലേ കേൾക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെ വിശ്വസിക്കും. കുറെ കഴിഞ്ഞ് ഇതിന്റെ ഒരു വലിയ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ അറിയണത് നമ്മൾ ഇത്രയും നേരം വിശ്വസിച്ച് പറ്റിക്കപ്പെടുന്നത്. അപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ജയറാമേട്ടനുള്ള സെറ്റുകൾ കമൽ സാറിന്റെ, ഞാൻ അന്ന് കമൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുഴുവൻ ജയറാമേട്ടനാണ് മെയിനായിട്ട് നായകൻ. അപ്പോൾ ജയറാമേട്ടൻ ഉണ്ടെങ്കിൽ ഇന്നസെന്റ് ചേട്ടൻ ഉണ്ടാവും, മാമുക്ക ഉണ്ടാവും, ഒടുവിൽ ചേട്ടൻ ഉണ്ടാവും, ശങ്കരാടി ചേട്ടൻ ഉണ്ടാവും. അപ്പം തമാശകളുടെ പൂരമാണ്. ഇന്നസെന്റ് ചേട്ടനായിട്ടുള്ള മെമ്മറീസ് ഉണ്ട്, ഭയങ്കര ഫോണ്ട് മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ കമൽ സാറിന്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമ ജയറാമേട്ടൻ ഗോസ്റ്റായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഷൂട്ടിങ് എറണാകുളത്താണ്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് ഇന്നസെന്റ് ചേട്ടൻ കമൽ സാറിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 9 മണിക്ക് ശേഷം വർക്ക് ചെയ്യില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിലീപ് ഞാനൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ സെറ്റിൽ ഇന്നസെന്റ് ചേട്ടൻ 8 മണിയാകുമ്പോഴേക്കും കമൽ സാർ വേഗം ഇന്നസെന്റ് ചേട്ടൻ 9 മണിക്ക് വിടണം, വേഗം റെഡിയാക്കുന്നത്. അങ്ങനെ ഫുൾ എല്ലാവരും അലേർട്ടാവും. ഇന്നസെന്റ് ചേട്ടൻ 9 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് അപ്പം ശരി ഒക്കെ പറഞ്ഞിട്ട് പോവും. ഞങ്ങളുടെ ഷൂട്ടിങ് കഴിയുക 12 മണിക്കൊക്കെയാണ്. 12 മണിക്ക് ഞാനും ദിലീപും, അദ്ദേഹം താമസിക്കുന്ന അതേ ഹോട്ടലിലാണ്, കവിത ടൂറിസ്റ്റ് ഹോമിലാണ്. 12 മണിക്ക് ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പുള്ളി കാത്തു നിൽക്കണ്ടാവും, വരാന്തയിൽ ഇങ്ങനെ നടക്കണ്ടാവും. കാരണം ഞങ്ങൾ വന്നിട്ട് വേണം പുള്ളിക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, സ്മോള് എല്ലാം പുള്ളി റെഡിയാക്കി. ഞങ്ങളൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഞങ്ങളുടെ അടുത്ത് പൈസ ഒന്നുമില്ല. അപ്പോൾ മൂപ്പരെല്ലാം സെറ്റപ്പ് റെഡിയാക്കി. വെച്ചാൽ ദിലീപിന്റെ തമാശകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വെയിറ്റ് ചെയ്യണം. പിന്നെ പുള്ളി കണ്ടെത്തിയിട്ടുള്ള പുതിയ തമാശകൾ പറയാൻ. അങ്ങനെ ആ ഷൂട്ടിംഗ് സമയത്ത് ഈ രാത്രി 12 മണി തൊട്ടിട്ട് രാവിലെ 5 മണി വരെയൊക്കെ പുള്ളിയുടെ റൂമിൽ ഇരുത്തും. എന്നിട്ട് പുള്ളിക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി, കാരണം പുള്ളിക്ക് 10 മണി 11 മണിക്ക് വന്നാൽ മതി. ഞങ്ങൾക്ക് രാവിലെ 5 മണി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുമ്പോഴേക്കും രാവിലത്തെ കോഫി വന്നിട്ടുണ്ടാവും. ഞങ്ങൾ തിരിച്ചു. അപ്പോൾ കമൽ സാറിന്റെ കൂടെ കാറിൽ തിരിച്ച് പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഞാനും ദിലീപും കാറിന്റെ ഉറക്കറിയും. നിങ്ങൾ രാത്രി കക്കാൻ പോകണ്ടോ, ഉറങ്ങില്ലേ ചോദിക്കും. അപ്പൊ ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മുഴുവൻ ഇന്നസെന്റ് ചേട്ടൻ ഈ രാത്രി ഞങ്ങൾ ഉറക്കിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു. അപ്പോൾ അന്ന് കവിത ടൂറിസ്റ്റ് ഹോമിൻ്റെ മുമ്പിൽ ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട്, മദ്യത്തിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട്. അപ്പം ആരോ പറഞ്ഞു അതിനൊരു കിളിവാതിലുണ്ട്, ചിലപ്പോൾ തട്ടിയാൽ കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നപ്പോൾ നിങ്ങളും ചെന്നാൽ തരില്ല അവർ, എൻ്റെ മുഖം കണ്ടാൽ ചിലപ്പോൾ അവന് തന്നാലോ എന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് ചേട്ടൻ തന്നെ പോയി. പുറത്ത് പോയിട്ട് രാത്രി ഇതിൽ തട്ടി, ഈ തട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെക്കൻ ഇത് തുറന്നു നോക്കിയപ്പോ പുറത്ത് ഇന്നസെന്റ് അപ്പം അത് മേടിച്ചോളൂ. അപ്പൊ അതിന്റെ ഇന്നസെന്റ് ചേട്ടന്റെ കഥയുണ്ട്. അതായത് അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇന്നസെന്റ് അല്ല, മമ്മൂട്ടി വന്നവർ ആ നേരത്തെ ഞാൻ ഒന്നും എടുത്ത് കൊടുക്കില്ല. അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഷൂട്ടിങ്ങാണ്. ഞാനും ദിലീപും ഇന്നസെന്റ് ചേട്ടനും. തമാശയല്ല, എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. അതല്ല, സത്യം പറഞ്ഞ ഫസ്റ്റ് പടം ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ കഥാപാത്രം വിജയരാഘവൻ ചേട്ടൻ്റെ അനിയത്തിയാണ്. എൻ്റെ പ്രേമം വീട്ടിൽ പിടിക്കുകയാണ്. അപ്പം ചേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ലാസ്റ്റ് ചേട്ടൻ വന്ന് കരണ കുറ്റി നോക്കി ഇങ്ങനെ അടിക്കുന്നു പറഞ്ഞു. അപ്പം കുട്ടേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടേട്ടൻ പറഞ്ഞു, അതെ നീ നല്ല ഫോഴ്സിലായിരിക്കും വരുന്നത്, അപ്പോൾ ഏകദേശം ഈ മൂക്കിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ മാറിക്കളയണം, നേരത്തെ മാറാം, അപ്പം ടേക്ക് പോവാം, ഇനിയിപ്പോൾ റിഹേഴ്സലൊന്നും വേണ്ട, ഗ്ലിസറിനൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇമോഷണൽ ആയിപ്പോയി അറിയാതെ. നമ്മൾ ആ ടേക്ക് കുറച്ചുകൂടെ നന്നാക്കണമല്ലോ, ഒന്നാമത് ആദ്യത്തെ സിനിമയാണ്, അപ്പം പിന്നെ മോശമാക്കരുത്. ചേട്ടൻ സ്വാർത്ഥന അങ്ങനെയല്ല, എന്തെങ്കിലും എന്നെ പറ്റി ചിത്രം അടി കഴിഞ്ഞ്
ഞാൻ ഒരു 2 മിനിറ്റ് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. സത്യം 2 മിനിറ്റ് ഞാൻ അപ്പോൾ അവിടെ കട്ട് ചെയ്തപ്പോൾ ആൾക്കാർ വന്ന് കൊണ്ടോ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു എന്തെങ്കിലും പറ്റിയോ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു 5-6 കിളിയൊക്കെ കൂടെ പോയിട്ട് ഒരു മരവിപ്പായിരുന്നു. ഇത്രയും നേരം കരഞ്ഞ കുട്ടിക്ക് എന്താ പറ്റിയെന്നുള്ളത് എനിക്ക് ഇന്നും ഞാൻ മറക്കാത്തൊരു ഇൻസിഡൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് അമ്പിളിച്ചേട്ടനാണ് പറഞ്ഞത്, നമ്മൾ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കഥാപാത്രം മതി, അല്ലാണ്ട് നീ സിനിമ കാണാൻ പ്രേക്ഷകയാവണ്ട, കഥാപാത്രമായാൽ മതി. ഇത്രയും നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അവരുടെ ഫീഡ്ബാക്കുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെയൊക്കെ അസോസിയേഷനിൽ കൂടെയാണ്. അപ്പോൾ ഇപ്പം ലാൽചേട്ടൻ പറഞ്ഞ ആൾക്കാരെ ഇപ്പം ചേട്ടൻ റെഫറൻസ് തന്ന ആൾക്കാരും നമ്മുടെ കൂടെ ഇല്ല. ശരിക്കും ട്രഷേഴ്സ് തന്നെയാണ്. ലാൽസാൻ അത് പറഞ്ഞപ്പോ കുറച്ചും കൂടെ നമ്മൾ ശരിയാണ്. അല്ല സത്യം, എനിക്കത് പറഞ്ഞപ്പോ ഞാനിപ്പോ അത് ആലോചിച്ചത്, ഈശ്വര അവരൊന്നും ഇല്ലല്ലോ നമ്മുടെ കൂടെ എന്നുള്ളത്. ഒരു വലിയ സംഘമില്ലാണ്ട് ഭയങ്കര സിനിമ സെറ്റുകളുടെ സ്വഭാവം മാറിപ്പോയി.